ഭാര്യയുടെ ചോദ്യമാണ്. എൻ്റെ ഭർത്താവ് UP ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയോട് മാത്രം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, ബാക്കി എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. ആ പെരുമാറ്റത്തിൻ്റെ പേരിൽ പ്രയാസമുള്ള ആളുകൾ ഭാര്യയും ആ കുട്ടിയും മാത്രം, വേറെ ആർക്കും അതിൽ പ്രയാസമില്ല. ഇതിനൊരു മാനസികമായി ഞാനും എൻ്റെ കുട്ടിയും മാനസികമായി തകർന്നു, ഒരു പരിഹാരം നിർദ്ദേശിക്കാമോ എന്നാണ്. സാധാരണഗതിയിൽ ചില കുട്ടികളോട് നമുക്കൊരിഷ്ടം, ചില കുട്ടികളോട് ചെറിയൊരു ഇതൊക്കെ തോന്നാം, മനസ്സല്ലേ, നമ്മുടെ മനസ്സിൻ്റെ പരിമിതികൾ. പക്ഷേ മക്കൾ എന്ന നിലക്കുള്ള ഒരു പൊതുവായ സ്നേഹം എല്ലാ മക്കളോടും ഒരുപോലെ ഉണ്ടായിരിക്കും. ഇനി അങ്ങനെ ഇല്ലാന്ന് വരിക എങ്കിൽ പോലും നമ്മുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ സമീപനങ്ങളിലോ അത് തീരെ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് ഈ കുട്ടിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ത് ഈ ദേഷ്യപ്പെടൽ. കാരണം ഈ അനീതി ഉണ്ടല്ലോ, അതൊരിക്കലും ഒരു കുട്ടിയെ ഉൾക്കൊള്ളാൻ കഴിയും. കാരണം അതിൻ്റെ ഒരു വേദനയാണ് ഈ ഉമ്മ അനുഭവിക്കുന്നത്. കാരണം ഉമ്മയുടെ മനസ്സിൽ എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. അപ്പോൾ ഒരു കുട്ടിയോട് കാണിക്കുന്ന വിവേചനം അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കെൻ്റെ ഒരു കുട്ടിനോട് ഇങ്ങനെ കുറച്ച് അനിഷ്ടം തോന്നുന്നുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്തുകൊണ്ട്. ഇതിപ്പോൾ ഇതിന് വിധേയമാകുന്ന ആളുകൾ പറയുമ്പോൾ നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് പറയുന്നതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അങ്ങനെ ഒരു വിവേചനം ബോധപൂർവം വാപ്പ കാണിക്കുന്നുണ്ട് എന്ന് വരുത്തുന്നതിൽ പകരം അങ്ങനെയൊന്നുമില്ല, അത് സ്വാഭാവികമായും നിനക്ക് തോന്നുന്നതാവും എന്നതെന്ത് ചെയ്യണം, ആ കുട്ടിക്കൊരു ഒരു പ്രതീക്ഷയെങ്കിലും മനസ്സിലുണ്ടാകത്തക്ക വിധത്തിൽ പറയണം. അത് വെറുതെ പറയാൻ പാടില്ല. കുട്ടിക്ക് അതിൻ്റെ ചില റീസൺ ബോധ്യപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, കുട്ടിക്കൊരു സമാധാനത്തിന് സപ്പോർട്ടിന് നൽകുക. പിന്നെന്താ വെച്ചാൽ, മറ്റു കുട്ടികൾക്ക് വിഷമം തോന്നാത്ത രൂപത്തിൽ ഒരു അമിതമായ ഒരു കൺസിഡറേഷൻ ഉമ്മ ഈ കുട്ടിക്ക് കൊടുക്കുക. അത് മറ്റു കുട്ടികളെ ഒരിക്കലും ബാധിക്കരുത്. അപ്പോൾ വാപ്പൻ്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ ഒരു അവഗണന ഉള്ളത് കൊണ്ട് ഉമ്മയുടെ ഒരു എക്സ്ട്രാ കെയർ, ഒരു പ്രത്യേക പരിഗണന എനിക്ക് കിട്ടാൻ അതൊരു നിമിത്തമായി എന്ന് ചിന്തിക്കുമ്പോൾ ആ കുട്ടിക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യും, ആശ്വാസം കിട്ടും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരാൾ അവഗണിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ അവരെ ആരെങ്കിലും ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് സമാധാനമാണല്ലോ. അപ്പോൾ ഈ കുട്ടിനെ ഒന്ന് എന്ത് ചെയ്യുക, പ്രത്യേകം ഒന്ന് ചേർത്ത് പിടിക്കാം, മറ്റു കുട്ടികൾക്ക് വിഷമം വരാത്ത രൂപത്തിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാം. അപ്പോഴും ഈ കുട്ടിക്ക് കുറേ ആശ്വാസവും സമാധാനവും കിട്ടും. പിന്നെ ഇത് പെൺകുട്ടിയാണോ എന്നൊരു പറയണില്ല അല്ലേ, അങ്ങനെ ഇതിൽ പറഞ്ഞില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇത്ര വയസ്സായ കുട്ടി, അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ആൺകുട്ടിയോ പെൺകുട്ടിയൊന്നും ഇതിലില്ല. അതെ. ഇനി എന്തോ ഒരു കാരണം അവിടെ ഉണ്ട്. അത് എന്താണെന്ന് കണ്ടെത്തുന്നിടത്താണ് പൂർണ്ണ പരിഹാരത്തിലേക്ക് എത്തുക. അത് കാരണങ്ങൾ സാധാരണ വരാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില കുട്ടികൾക്ക് നമുക്ക് ചെറുപ്പത്തിൽ ഇടപഴകാൻ സമയം കിട്ടും. ഉദാഹരണം പറയണമെങ്കിൽ, ഗൾഫിലുള്ള ഒരാളാണെങ്കിൽ ഒരു ഡെലിവറിൻ്റെ സമയത്ത് അയാൾ ഉണ്ടായി, ആ കുട്ടിൻ്റെ ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ഉണ്ടായി, അല്ലെങ്കിൽ ആ കുട്ടി ജനിച്ചത് ഗൾഫിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള കുട്ടികളോട് നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നും. മനസ്സിലായി. ചില കുട്ടികൾ എന്തായിരിക്കില്ല, നമ്മുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ അവർക്ക് സ്നേഹമോ പരസ്പരം കൈമാറാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില പിതാക്കന്മാർക്കൊക്കെ എന്ത് ചെയ്യും, കുട്ടികളെക്കുറിച്ചുള്ളൊരു ബോധവും അന്തൊക്കെ വരൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും 2-3 കുട്ടികളായിട്ടായിരിക്കും. അപ്പോൾ ആ 3ാമത്തെ കുട്ടിയോടായിരിക്കും ശരിക്കും ഒരു പിതാവിൻ്റെ വാത്സല്യവും സ്നേഹമൊക്കെ കാണിക്കണം. ചില ആളുകൾക്ക് മക്കളൊക്കെ വലുതായി പേരക്കുട്ടികൾ വരുമ്പോഴാണ് ഒരു കുട്ടിനോട് എങ്ങനെ പെരുമാറേണ്ടത് എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ ഇതിൻ്റെ പരിമിതികളെ കൊണ്ട് എന്ത് ചെയ്യാം, ചില കുട്ടികൾക്ക് ആ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ പോവാം. അപ്പോൾ അവരോടുള്ള സമീപനങ്ങളിലും അത് വരാം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോഴാണല്ലോ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചില കാരണങ്ങൾ, ചിലപ്പോൾ ഈ കുട്ടി എന്തായിരിക്കും, ഏതെങ്കിലും സന്ദർഭത്തിൽ ആ പിതാവിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട സംഗതിക്ക് വിരുദ്ധമായ എന്തെങ്കിലും സംസാരങ്ങളോ ചോദ്യം ചെയ്യലുകളോ എന്തെങ്കിലുമൊക്കെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ കുട്ടി പ്രതികരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടും അങ്ങനെ എന്ത് ചെയ്യാം, വരാന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇവരുടെ എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴേ പറ്റുള്ളൂ. എന്തായാലും ഇത് പരിഹരിച്ച് പോയില്ലെങ്കിൽ ആ കുട്ടി മാനസികമായി പ്രശ്നമാവും, എൻ്റെ പഠനം പ്രശ്നമാവും, ഭാവി വിജയം പ്രശ്നമാവും. ചിലപ്പോൾ എന്ത് ചെയ്യും, ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഭാവിയിൽ ഒരു ക്രിമിനലായി വരാൻ പോലും ഈ ഒരു വിവേചനം കാരണമായി. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലുബൈന ഔലാദിക്കും എന്ന് പറഞ്ഞില്ല. നീതി വളരെ പ്രധാനമാണ്.